إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത എപ്പോഴും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമ്മൾ മനുഷ്യന്മാർക്കിടയിൽ വ്യത്യസ്തരായ ആൾക്കാരുടെ ഔന്നത്യവും പദവികളും ഒക്കെയും വേർതിരിക്കുന്നത് ഒരു പരിധിവരെ അവരവർ നേടിയെടുക്കുന്ന അറിവുകൾ കൊണ്ടാണ്. IAS, IPS, IPS, IFS, അതുപോലെ തന്നെ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വ്യത്യസ്ത രീതിയിലുള്ള പദവികൾ, മഹത്വമുള്ളവർ, നമ്മൾ ഗണിക്കുന്നവർ, അവരൊക്കെ നേടിയെടുത്ത അറിവുകളും പഠനങ്ങളും അവരവരുടെ അനുഭവങ്ങളുമാണ് അവരെ അവരാക്കി തീർക്കുന്നത്. മനുഷ്യന്മാർ പഠനങ്ങളുടെ പിന്നാലെയാണ്. പക്ഷേ മനുഷ്യന്മാർ വിസ്മരിച്ചു പോകുന്ന ഏറ്റവും വലിയ പഠനമുണ്ട്. അത് ദാസൻ തൻ്റെ റബ്ബിനെ അറിയുക എന്ന ഒന്നാമത്തെ അസിലാണ്, അടിസ്ഥാനമാണ്. ഏറ്റവും നല്ല വിഷയം ഏതാണ്? നമ്മൾ പഠിക്കേണ്ട ഏറ്റവും നല്ല സബ്ജക്റ്റ് ഏതാണ്? പല വിഷയങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഭൗതികപരമായി. എന്നാൽ ഏറ്റവും നല്ല വിഷയം എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. വിജ്ഞാനങ്ങളിൽ ഉത്തമമായ വിഷയമാണ്. എങ്ങനെയാണ് അള്ളാഹുവിനെ നാം അറിയേണ്ടത്? അത് വിശുദ്ധ ഖുർആനിൽ, തിരുസുന്നത്തിൽ, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതിൻ്റെ തേട്ടം എന്താണ്? അതിൻ്റെ അറിയിപ്പുകൾ എന്താണ്? അത് മനസ്സിലാക്കി ചെയ്യേണ്ട നമ്മുടെ കർമ്മങ്ങൾ എന്താണ്? സ്വീകരിക്കേണ്ട സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? അടിസ്ഥാനപരമായി ഇതൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ അറിയുക എന്ന അറിവാണ്. സഹോദരന്മാരെ, അതുകൊണ്ടാണ് ഇൽമിന്റെ മഹത്വങ്ങളെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഷറഫുൽ ഇൽമ, അറിവിന്റെ മഹത്വം എന്ന് പറയുന്നത് ബിഷറഫിൽ മഅലൂം, അറിയപ്പെട്ടതിന്റെ മഹത്വം അനുസരിച്ചിട്ടാണ്. ഒരുപാട് അറിവിന്റെ വിജ്ഞാനശാഖകളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഏത് മേഖലയാണോ ഉള്ളത് അത് പഠിക്കുന്നവർക്കാണ് മഹത്വം ഉണ്ടാകുക. പല വിജ്ഞാനശാഖകളുണ്ട്. ഇപ്പൊ ഡോക്ടർമാർ MBBS പഠിക്കുന്നവർക്ക് അയാളുടെ അതിൻ്റെതായ മഹത്വമുണ്ട്. കാരണം അത് അറിയപ്പെട്ട വിജ്ഞാനശാഖയാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ് പറഞ്ഞത്, അറിവിന്റെ മഹത്വം എന്ന് പറയുന്നത് അറിയപ്പെടുന്നതിന്റെ, അറിയപ്പെട്ടതിന്റെ മഹത്വം എന്ന സ്വന്തമായിട്ടാണ്. വൽബാരി അഷ്റഫുൽ മഅലൂമാത്ത്, സൃഷ്ടാവായ അറിയപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാമം അത് അള്ളാഹുവിന്റെ നാമമാണ്. വൽ ഇൽമു ബി അസ്മാഇഹി അഷ്റഫുൽ ഉലൂം, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചുള്ള അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറിവാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അബ്ദുൽ നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ബി അസ്മാഇല്ലാഹിൽ ഹുസ്ന ഇന്നൽ ഈമാൻ ബി അസ്മാഇൽ ഹുസ്ന വ മഅരിഫതിഹ യതമവ്വനു അൻവാഇ തൗഹീദി സലാസ.
തൗഹീദ് റുബൂബിയ്യ വ തൗഹീദുൽ ഇലാഹിയ്യ വ തൗഹീദു അസ്മാഇ വ സിഫാത്ത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, അത് നമുക്ക് വ്യക്തമാക്കി തരുന്നത്, അത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന 3 അടിസ്ഥാനപരമായ തൗഹീദുകളെ ഉൾക്കൊള്ളുന്നു. അതേതാണ്? ഒന്ന് തൗഹീദ് റുബൂബിയ്യ, രക്ഷാകർത്തത്തിലെ അള്ളാഹുവിനെ ഏകനാക്കൽ. തൗഹീദ് ഉലൂഹിയ്യ, ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കൽ. തൗഹീദു അസ്മാഉ വ സിഫാത്ത്, നാമങ്ങളിലും വിശേഷണങ്ങളിലും അവനെ ഏകനാക്കൽ. ഇതൊക്കെയും എവിടെ ഉൾക്കൊള്ളുന്നു? അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. വഹാദി അൻവാഉമി ഈ റൂഹുൽ ഈമാനി വറഹു വഅസ്ലു വആയതുഹു വകുല്ലമാ സാദൽ അബ്ദു മഅരിഫതു ബിഅസ്മാഇല്ലാഹി വസിഫാതി ഇസ്ദാദ ഈമാനുഹു വഖവിയ യഖീനുഹു. അതെ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈമാനിൻ്റെ ആത്മാവാണ്, അത് ഈമാനിൻ്റെ അടിസ്ഥാനമാണ്, അത് അതിൻ്റെ ലക്ഷ്യമാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷങ്ങളും അറിയുന്നതിനനുസൃതമായിട്ട് ഒരാളുടെ ഈമാൻ വർദ്ധിക്കും, ഒരാളുടെ ദൃഢവിശ്വാസം ശക്തിപ്പെടുകയും ചെയ്യുമെന്നാണ്. സഹോദരന്മാരെ, ഖുർആനിൽ എത്ര മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ തന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ ആയാത്തുകളും ഓതുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര സ്ഥലത്താണ് ഖുർആൻ ഉദ്ധരിച്ചത്? അള്ളാഹുവിന് എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇന്നക അൻതൽ അലീമുൽ ഹകീം. അലീമെന്നും ഹക്കീമെന്നും അള്ളാഹുവിനെ വിശേഷിപ്പിച്ചു. ഇന്നഹു തവ്വാബുർ റഹീം എന്ന് വിശേഷിപ്പിച്ചു. ഇന്നക അൻത സമീഉൽ അലീം എന്ന് വിശേഷിപ്പിച്ചു. ഇന്നക അൻതൽ അസീദുൽ ഹകീം എന്ന് വിശേഷിപ്പിച്ചു. വഹുവ സമീഉൽ അലീം ഫഇന്നല്ലാഹ ശാകിറുൻ അലീം വർ റഹ്മാനുർ റഹീം എന്നിങ്ങനെ ഖുർആനിക ആയാത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സഹോദരന്മാർ, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയാണ്, ദഅവത്തു റുസുലി തദുറു അലാ സലാസത്തിൽ ഉമൂർ. പ്രവാചകന്മാർ ഇവിടെ വന്നിട്ട് പ്രബോധനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ പ്രബോധനം എന്ന് പറയുന്നത് 3 കാര്യങ്ങളിലാണ് കറങ്ങുന്നത്. ഏതാണത്? ഒന്ന്, തഅരിഫു റബ്ബി അൽ മദ്ഊ ഇലൈഹി ബിസ്മാഹി വസിഫാതി വഅഫാലിഹി. അതേ, പ്രവാചകന്മാർ ക്ഷണിച്ചത് റബ്ബിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. റബ്ബിനെ അറിയുക എന്ന് പറഞ്ഞാൽ അവൻ്റെ നാമങ്ങളിലൂടെയും അവൻ്റെ വിശേഷണങ്ങളിലൂടെയും അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും കൂടിയാണ്. മറ്റൊന്ന് പ്രവാചകന്മാർ ചെയ്തത് വമഅരിഫത്തു ത്വരീഖിൽ മൂസിലി ഇലൈഹി വഅയ സിക്റുഹു വശുക്റുഹു വഇബാദത്തുഹു അല്ലതി തജമഉ കമാല ഹുബ്ബിഹി വകമാല സുല്ലില. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളും അവനിലേക്ക് നന്ദി കാണിക്കുന്ന പ്രവർത്തനങ്ങളും അവനിലേക്ക് അടുപ്പിക്കുന്ന ഇബാദത്തുകളും അവർ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇത് മൊത്തം മനസ്സിലാക്കിയാൽ വിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഗുണം എന്ന് പറയുന്നത്, അള്ളാഹുവിലേക്ക് എത്തിയവർക്ക് എന്താണുള്ളത്? അത് സ്വർഗമാണ്, അവൻ്റെ തൃപ്തിയാണ്, അവർ കാണലാണ്, അവൻ്റെ സലാമാണ്, അവൻ്റെ സംസാരമാണ് എന്നൊക്കെ പറയുന്നത് കാണാൻ വേണ്ടി സാധിക്കും. എന്ന് വെച്ചാൽ സഹോദരന്മാരെ, അള്ളാഹുവിനെ അറിയുക എന്നത് അത് ചില്ലറ വിഷയമല്ല. ഒരുപാട് അറിവുകൾ നമ്മൾ നേടിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ അറിയാതെ പോയ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിച്ച, നമ്മെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ അറിയാതെ പോയി എന്നുള്ളതാണ്. അത് വലിയ വിഷയമാണ്, അത് ചില്ലറ നിസാര വിഷയമല്ല. അതുകൊണ്ടാണ് സഹോദരന്മാരെ, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്. വൽ ഖുർആനു ഫീഹി മിൻ സിക്രി അസ്മാഇല്ലാഹി വസിഫാതി വഅഫാലിഹി അക്സറു മിമ്മാ ഫീഹി മിൻ സിക്രിൽ അക്ലി വശുർബി വന്നിക്കാഹി ഫിൽ ജന്ന. ഖുർആൻ എന്ന് പറയുന്നത്, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പറ്റി പറഞ്ഞതിനേക്കാളും സ്വർഗത്തിലെ കല്യാണത്തെ പറ്റി പറഞ്ഞതിനേക്കാളും കുടിക്കുന്നതിനെ പറ്റി പറഞ്ഞതിനേക്കാളും അതുപോലെ തന്നെ സ്വർഗത്തിലെ ഭക്ഷണത്തെ പറ്റി പറഞ്ഞതിനേക്കാളും ഒക്കെയും അല്ലാഹുവിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വൽ ആയാത്തുൽ മുതമല്ലിനു സിക്രി അസ്മാഇല്ലാഹി വസിഫാതി അഅ്ലമു ഖദ്റൻ മിൻ ആയാത്തിൽ മഅ. പരലോകത്തെ സൂചിപ്പിച്ചതിനേക്കാൾ അധികം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ നാമങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതെ, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ്? അത് ആയത്തുൽ കുർസിയാണ്. 6236 ആയത്തുകളിൽ ഏറ്റവും ഉന്നതമായ, ഏറ്റവും മഹത്തരമായ ആയത്ത് ഏതാണ് ചോദിച്ചതാണ്? അത് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി എന്തുകൊണ്ട് മഹത്തമായി എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സഹോദരന്മാരെ, 114 സൂറത്തുണ്ട് ഖുർആനിൽ. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്താണ് അത് ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്ന സൂറത്തുൽ ഫാത്തിഹയാണ്. 14ഓളം പേരുണ്ട് സൂറത്തുൽ ഫാത്തിഹയ്ക്ക്. അതിൽപ്പെട്ട ഒരു പേരെന്താണെന്നറിയാമോ?
ഉമ്മുൽ ഖുർആൻ, സൂറത്തുൽ ഫാത്തിഹ, അതുപോലെയുള്ള പേരാണ് സബുൽ മസാനി, ഖുർആനുൽ അദീം. വലഖദ് ആതീനാക സബ്ഗൻ മിനൽ മസാനി വൽ ഖുർആനുൽ അദീം എന്ന് സൂറത്തു ഫാത്തിഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ മഹത്തരമായത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ ഉള്ളിലുള്ളവനല്ല, അവനാണ് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചത്. അവൻ ലോകത്തിനപ്പുറമുള്ളവനാണ്. അർ-റഹ്മാനിർ റഹീം, അവൻ പരമകാരുണികനാണ്, കരുണാനിധിയാണ് എന്ന് പറഞ്ഞാൽ അവനെ പോലെ കരുണ ചൊരിയുന്നവൻ ആരുമില്ല. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണവൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അപ്പൊ അള്ളാഹുവിനെ കൃത്യമായി പരിചയപ്പെടുത്തി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു സൂറത്തു ഫാത്തിഹയിൽ. പിന്നെന്താ പറയുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേരായ പാന്താവിലാക്കണമേ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാന്താവിലാക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാക്കണമേ. ഏതെങ്കിലും ഒരു വഴിയിലാക്കണമെന്നല്ല, ഏതെങ്കിലും ഒരാളുടെ ത്വരീക്കിലാക്കണമെന്നല്ല, ത്വരീക്കത്തിലാക്കണമെന്നല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പക്ഷപാതിത്യമായ ഒരു വഴിയിലാക്കണമെന്നല്ല, മറിച്ച് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിലാക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, ആമീൻ. പിഴച്ചവരുടെയും നീ ദേഷ്യം പിടിച്ച കോപിച്ചവരുടെയും മാർഗത്തിലല്ല എന്ന് പറഞ്ഞ വിധി കക്ഷികളുടെ മാർഗത്തിലല്ല. അപ്പൊ അള്ളാഹുവിന്റെ മഹത്വത്തെ പറ്റി പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിലാക്കാൻ, അതാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ വേറിട്ട് നിൽക്കുന്ന എന്തുകൊണ്ടാണ്? അത് അള്ളാഹുവിന്റെ മഹത്വം പറഞ്ഞത് കൊണ്ടാണ്. ഇതുപോലൊരു അധ്യായം ഖുർആനിൽ വേറെയില്ല, പൂർവ്വ വേദഗ്രന്ഥങ്ങളിലുമില്ല. അതാണ് സൂറത്തുൽ ഫാത്തിഹ. അള്ളാഹുവിന്റെ നാമങ്ങൾ പറയുന്നു, വിശേഷണങ്ങൾ പറയുന്നു, അവരോടുള്ള പ്രത്യേക പ്രവർത്തികൾ പറയുന്നു. സൂറത്തുൽ ഫാത്തിഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയെ നമുക്ക് കാണിച്ചു തരുന്നു. സഹോദരന്മാർ, അതുപോലെ മറ്റൊന്നാണ് സുൽസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3. അതേതാണ്? സൂറത്തുൽ ഇഖ്ലാസാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞ സൂറത്താണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിക്കുന്നുണ്ട്, അയഅജിദു അഹദുക്കും അൻ യഖ്റഅ ഫീ ലൈലത്തി സൂറത്തുൽ ഖുർആൻ, ഓരോ രാത്രിയിൽ ഖുർആന്റെ 1/3 ഓതാൻ നിങ്ങളിൽ ആരെങ്കിലും അശക്തരാണോ എന്ന് ചോദിച്ചു. അപ്പൊ സഹാബികൾ ചോദിച്ചു, വകൈഫ യഖ്റഉ സുൽസുൽ ഖുർആൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖുർആന്റെ 1/3 ഒരു ദിവസം രാത്രി ഓതുക. ഖുർആൻ ആഫിദീങ്ങളായ സഹാബികളാണ് ചോദിക്കുന്നത്, 1/3 ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഓതാൻ പറ്റുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ്, നിങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. യഅദിലു സുൽസുൽ ഖുർആൻ, അതെ ഖുർആനിന്റെ 1/3 ഒരു ഭാഗത്തിന്, 1/3 ഭാഗത്തിന് തുല്യമാണ് എന്നാണ്. സഹോദരന്മാർ, എന്തുകൊണ്ടാണ് അതൊരു 1/3 മാറിയത്? എന്താണ് അതിന് പ്രത്യേകതയായി മാറിയത്? അള്ളാഹുവിന്റെ നാമങ്ങളാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. അള്ളാഹു സമദ്, അവൻ നിരാശയനാണ്, ഒരാളെയും ആശ്രയിക്കാത്തവനാണ്. അള്ളാഹു സമദ്, അങ്ങനെയുള്ളവൻ. അഹദ്, അവൻ മാത്രമാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിക്കപ്പെട്ടിട്ടില്ല, ജന്മം നൽകിയിട്ടില്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അഹദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് സാദൃശ്യമായി ആരും തന്നെ ഇല്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഖുൽ ഹുവല്ലാഹു അഹദ്. അതുകൊണ്ട് തന്നെ അതിന് 1/3 നാമകരണം ചെയ്യപ്പെട്ടു. ഖുർആന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. സഹോദരന്മാർ, എന്താണ് ഇതിന്റെ പ്രത്യേകത? ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തെ നിയോഗിച്ചു, ഒരു കൊച്ചു പോരാട്ടത്തിന് വേണ്ടിയിട്ട്. അതിലൊരു സൈനിക തലവൻ ഉണ്ടായിരുന്നു. ആ സൈനിക തലവൻ ചെയ്ത പ്രവർത്തനം എന്ന് വെച്ചാൽ, അദ്ദേഹം ഇമാമായിട്ട് നിസ്കരിക്കുമ്പോൾ ഏത് സൂറത്ത് ഓതിയാലും സൂറത്തുൽ ഇഖ്ലാസ് ഓതും, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞ സൂറത്ത് യക്ഷ ഓതും. അപ്പൊ സഹാബികൾ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ നിയോഗിച്ച നായകനുണ്ടല്ലോ, അദ്ദേഹം ഏത് സൂറത്ത് ഓതിയാലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് ഓതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിപ്പിച്ചു, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യാനുണ്ടായിരുന്ന കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലിഅന്നഹ സിഫത്തുർ റഹ്മാൻ, അത് പരമകാരുണികന്റെ വിശേഷണങ്ങളാണ്, അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. ഞാനത് പാരായണം ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്ന സൂറത്താണ് അത്, പാരായണം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബിറു അന്നല്ലാഹ യുഹിബ്ബുഹു, അതേ ആ മനുഷ്യനോട് പറഞ്ഞേക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ അള്ളാഹുവും താങ്കളെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു. അപ്പോൾ ഒരാളിങ്ങനെ വൈകി നിസ്കരിക്കുന്നുണ്ടോ, തശഹുദിലായിരുന്നു, അത്തിയാത്തിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, യാ അല്ലാഹ് നീ അല്ലാഹയാണ്, അൽ അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ്,
നീ സമദാണ്, നീ അഹദാണ്, നീ ജനിക്കപ്പെട്ടവനോ ജന്മം നൽകിയവനല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, നിനക്ക് സാദൃശ്യമായി ആരും തന്നെ ഇല്ല. അൻ തഗ്ഫിർ ലീ ദുനൂബി, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണമേ. ഇന്നക അന്തൽ ഗഫൂറുർ റഹീം, നീ ഗഫൂറാണ്, റഹീമാണ്. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ഗുഫിറ ലഹു, ഖദ് ഗുഫിറ ലഹു സലാസ. 3 പ്രാവശ്യം പറഞ്ഞാണ്. അവൻ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിരിക്കുന്നു. എന്താണ്? അല്ലാഹുവിൻ്റെ നാമത്തെ, വിശേഷണത്തെ മുൻനിർത്തി പ്രാർത്ഥിക്കാം, അല്ലാഹുവിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം, അല്ലാഹുവിനെ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിക്കാം, അത് മുൻനിർത്തി ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെ, ഒരിക്കൽ ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതായി കേട്ടു. എന്നാ അസ്അലുക ബിഅന്നി അശ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൻതൽ അഹദുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവേ, ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത്, നീ അഹദാണ്, സമദാണ്, ലം യലിദാണ്, വലം യൂലദാണ്, വലം യകുൽ ലഹു കുഫുവൻ അഹദാണ്. അതൊക്കെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ തന്നെ പറഞ്ഞു, ലഖദ് സഅലല്ലാഹു ബിസ്മിൽ അഅ്ലമില്ലദീ ഇദാ ദുഇയ ബി അജാബ് വ ഇദാ സുഇല ബി അഅത. അല്ലാഹുവിന്റെ അതിമഹത്വമുള്ള പേരുകൾ വിളിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ഒരാൾ പ്രാർത്ഥിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വല്ലതും തേടിയാൽ അത് നൽകപ്പെടുന്നതാണ് എന്ന് ആര് പറയുകയുണ്ടായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരന്മാരെ, നമ്മൾ പലതും മനസ്സിലാക്കി, പലതും പഠിച്ചു, പല കറാമത്ത് കഥകളും പഠിക്കാൻ വേണ്ടി നമ്മൾ ഗ്രഹിച്ചു, ശ്രമിച്ചു, പല പൂജിതത്തിൻ്റെയും പിന്നാലെ നമ്മൾ പോയി. പക്ഷേ മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷ പേരും പഠിക്കേണ്ടവനെ പഠിച്ചില്ല, അല്ലാഹുവിനെ പഠിച്ചില്ല. ഇത് വലിയ വിഷയമാണ്. അല്ലാഹുവിനെ കണക്കാക്കുന്ന മുറപ്രകാരം അവർ കണക്കാക്കിയില്ല, അല്ലാഹുവിനെ പഠിച്ച് ഗ്രഹിച്ചില്ല. അല്ലാഹുവിന്റെ പേരുകൾ അർഹിക്കുന്ന തേട്ടങ്ങളും ജ്ഞാനങ്ങളും മനസ്സിലാക്കാതെ അല്ലാഹുവിന്റെ അടിമകളിലേക്ക് തിരിയുന്ന അവസ്ഥയുണ്ടായി. എങ്ങനെയാണ്? അല്ലാഹുവിനെ പറ്റി പരിചയപ്പെടുത്തിയ ഒരുപാട് നാമങ്ങളും ഗുണങ്ങളും അതിലേക്ക് എത്തി നോക്കാൻ പോലും നമുക്ക് സമയമില്ല. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റഖീബാണ്. ഒരു നാമം പറയാം, അല്ലാഹു നിരീക്ഷിക്കുന്നവനാണ്. അല്ലാഹു എല്ലാ കാര്യങ്ങളും സദാ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. മുറാഖിബ് എന്ന് പറഞ്ഞാൽ സെൻസർ, ചാരൻ, ക്യാമറ എന്നൊക്കെ അർത്ഥമുണ്ട്, നമ്മളെ CCTV ക്യാമറ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു സദാസമയം. ആരെ? നമ്മളെ. അങ്ങനെയുള്ള റഖീബാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, എവിടെയാണ് നമ്മൾ അല്ലാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ളത്? അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാരക് റഹിമഹുല്ലാ, അദ്ദേഹം ഹിജ്റ 118 മുതൽ 181 വരെ ജീവിച്ച മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം പറയാണ്, അഹ്ലുദ് ദുനിയ ഖറജു മിനദ് ദുനിയ ഖബ്ല അൻ യതതഅമു അത്യബ മാ ഫീഹാ ഖീല ലഹു. അതായത് ഈ ലോകത്തിന്റെ ആൾക്കാർ അതിന്റെ ഏറ്റവും വിശിഷ്ടമായ വിഭവം ആസ്വദിക്കുന്നതിന് മുമ്പേ ദുനിയാവിൽ നിന്ന് പോയി. ഈ ലോകത്തിന്റെ ആൾക്കാർ ഈ ദുനിയാവിലുള്ള ഏറ്റവും വിശിഷ്ടമായ വിഭവം ഉണ്ടായിരുന്നു, അത് ആസ്വദിക്കുന്നതിന് മുമ്പ് ദുനിയാവിൽ നിന്ന് അവർ പോയി. ഒരു ഖബർസ്ഥാനിൽ പോയാൽ ഒരുപാട് മീസാൻ കല്ലുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരിൽ മഹാഭൂരിപക്ഷം പോയത് ഈ ദുനിയാവിലെ ഏറ്റവും വിശിഷ്ടമായ വിഭവം ആസ്വദിക്കുന്നതിന് മുമ്പായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, കീല വമാ ഫിയ കീല ലഹു, അതേതാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, വമാ അത്യബു മാ ഫിയ. അദ്ദേഹം ചോദിച്ചു, അതേതാണ്, ആ വിശിഷ്ടമായ വിഭവം ഏതാണ്? അദ്ദേഹം പറഞ്ഞു, അൽ മഅരിഫത്തു ബില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവാണെന്നാണ്. അല്ലാഹുവിനെ പഠിക്കുന്ന ഒരു പ്രകാരം പഠിച്ചില്ല. അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, എൻ്റെ മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്നുണ്ട്, എൻ്റെ സ്വഭാവ മര്യാദകൾ അവൻ അറിയുന്നുണ്ട്. സൂക്ഷ്മമായി അവന്റെ അറിവിനെ കുറിച്ചോ അവന്റെ നിരീക്ഷണത്തെക്കുറിച്ചോ അവന്റെ ജ്ഞാനത്തെക്കുറിച്ചോ അവന്റെ വിജ്ഞാനത്തെക്കുറിച്ചോ അവന്റെ ശക്തി മഹാത്മ്യത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ മനസ്സിലാക്കാൻ സമയം കണ്ടെത്തിയില്ല. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞൊരു സംഗതിയുണ്ട്, ഈ ഒരു പരിമളം, ഈ ഒരു സുഗന്ധം ആസ്വദിക്കാൻ സാധിക്കാതെ ഹൃദയം മൂടിയിടപ്പെട്ടവനായിക്കൊണ്ട് എങ്ങനെയോ കാലം ചെലവഴിക്കുകയും ആയുസ് തുളിച്ചു കളിയും ചെയ്തവന്റെ കാര്യം എത്ര ഖേദകരവും കഷ്ടവുമാണ്. ദുനിയാവിലെ ഏറ്റവും നല്ല കാര്യം രുചിച്ചാസ്വദിക്കാൻ സാധിക്കാതെ ഇവിടെ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ കടന്നു പോകുന്നു കാലിക്കയ്യോടെ.
ബൽ ആശ ഫിയ ഐശൽ ബഹായിമി വൻതകല മിൻഹാ ഇന്തികാലൽ മഫാലിസി ഫകാനത് ഹയാതു അജ്സൻ വമൗതു കമദൻ വമാദു ഖസ്റതൻ വഅസഫാ. ദുനിയാവിൽ അവൻ ജീവിച്ചത് മൃഗങ്ങളുടെ നാൽക്കാലികളുടെ ജീവിതമായിരുന്നു. എന്നിട്ട് ദുനിയാവിൽ നിന്ന് പാപ്പരായിക്കൊണ്ട് വിട്ടുപിരിയുകയും ചെയ്തു. അവന്റെ ജീവിതം ദുർബലതയിലും മരണം അങ്ങേയറ്റത്തെ സങ്കടത്തിലും അവന്റെ മടക്ക കേദരത്തിലും വെപ്രാളത്തിലുമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഫലക്കൽ ഹംദു വഇലൈക്കൽ മുസ്തക. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ആവലാദികൾ ബോധിപ്പിക്കുന്നത് നിന്നിലേക്കാണ്. വഅന്തൽ മുസ്തആൻ, നീ മാത്രമാണ് സഹായി. വബിക്കൽ മുസ്തഗാസ്, നിന്നോടാണ് സഹായം തേടാനുള്ളത്. വഇലൈക തുഖ്ലാൻ, നിന്നിലേക്കാണ് പരമേൽപ്പിക്കാനുള്ളത്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നീ അല്ലാതൊരു ശക്തിയില്ല, നീ അല്ലാതൊരു സഹായമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന മുറപ്രകാരം മനസ്സിലാക്കുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന്, ഇഹലോകത്തിലെയും പരലോകത്തിൻ്റെയും വിജയത്തിന് അടിസ്ഥാനമെന്നാണ് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മനസ്സിലാക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളേവരെയും പരിവർത്തിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ കരീമിൽ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉ ബിഹാ. ഏറ്റവും നല്ല പേരുകൾ അല്ലാഹുവിന് മാത്രമാണ്. വലില്ലാഹി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ മാത്രത്തെ ഇഖ്സാസിനെ, ആ ലാം ഇവിടെ പറഞ്ഞ ലാം ഇഖ്തിസാസാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം എന്ന് അറിയിക്കുന്നതാണ്. ഏറ്റവും നല്ല നാമം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ മാത്രമാണ്. ഇവിടെ എന്താ പറയുക, ഹുസ്ന എന്ന് പറഞ്ഞാൽ അഹ്സൻ എന്നതിൻ്റെ സ്ത്രീലിംഗം. അൽ അഹ്സൻ എന്നത് ഏറ്റവും നല്ലത്, ഏറ്റവും മികച്ചത്, അതിൻ്റെ സ്ത്രീലിംഗമാണ് ഹുസ്ന. അപ്പോൾ ഏറ്റവും നല്ല നാമം, ഏറ്റവും നല്ല പേരുകൾ അതാർക്കാണ്? അത് അള്ളാഹുവിനുള്ളതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, അർത്ഥമില്ലാത്ത, അർത്ഥത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത പേരുകൾ അള്ളാഹുവിനില്ല. അർത്ഥമില്ലാത്ത പേരല്ല, അല്ലെങ്കിൽ അർത്ഥത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത പേരല്ല അള്ളാഹുവിനുള്ളത്. മറിച്ച് സമ്പൂർണമായ ആശയങ്ങൾ, വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന നാമങ്ങളാണ് അള്ളാഹുവിനുള്ളത്. അപ്പൊ അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റഹ്മത്ത് നിറഞ്ഞവനാണ്. അൽ ഗഫൂർ എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്ത്, ഗുഫ്രാൻ, പാപമോചനം ഏറെ നൽകുന്നവരാണ്. ഇങ്ങനെ ഓരോ നാമങ്ങൾ നോക്കിയാലും അതിനൊക്കെ എന്തുണ്ട്? മഹത്തരമായ അർത്ഥമുണ്ട്. എന്നാൽ ചില വിധീയ കക്ഷികൾ അള്ളാഹുവിൻ്റെ പേരുകളെ, നാമങ്ങളെ അർത്ഥമുക്തമാക്കിയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സമീ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല അർത്ഥം എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ അവനെ പറ്റി പരിചയപ്പെടുത്തിയത്, പഠിപ്പിച്ചത്, അത് പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഫഅലമു അന്നല്ലാഹു അസീസുൻ ഹകീം, അള്ളാഹു അസീസാണ്, ഹക്കീമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മോട് പറയാ, നിങ്ങൾ പഠിക്കണം. വഅലമു അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. വഅലമു അന്നല്ലാഹ ഗഫൂറുൻ ഹലീം, അള്ളാഹു സഹനശീലമുള്ളതാണ്, ഗഫൂറാണ് എന്ന് നിങ്ങൾ പഠിക്കണം. വഅലമു അന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവരാണ്, എല്ലാം അറിയുന്നവരാണ്, നിങ്ങൾ പഠിക്കണം. നമ്മളോട് പറയാണ് വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, അല്ലാഹു ഗനിയാണ്, ഹമീദാണ്, അവൻ സ്വയം പര്യാപ്തതയുള്ളയാണ്, ഐശ്വര്യവാനാണ്, ഹമീദാണ്, സ്തുത്യർഹനാണ്, നിങ്ങൾ പഠിക്കണം. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബി വ അന്നല്ലാഹ ഗഫൂറുർ റഹീം, അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ പഠിക്കണം. ഒപ്പം അവൻ ഗഫൂറാണ്, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്, അങ്ങേറ്റത്തെ കരുണാനിധിയാണ്. അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. അവൻ അങ്ങേറ്റത്തെ കരുണാനിധിയാണ്, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവരാണ്, നിങ്ങൾ പഠിക്കണം. ഫഅലമു അന്നല്ലാഹ മൗലാക്കും, അല്ലാഹുവാണ് നിങ്ങളുടെ സഹായി, രക്ഷാധികാരി, നിങ്ങളുടെ വലി, നിങ്ങൾ പഠിക്കണം. നിഅമൽ മൗലാ വ നിഅമൻ നസീർ, എത്ര നല്ല സഹായിയാണ്, എത്ര നല്ല രക്ഷാധികാരിയാണ് എന്ന് നിങ്ങൾ പഠിക്കണം. വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹ്ദറൂ, അതേ നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണുള്ളത്, എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ ഉള്ളിൽ, അന്തരാളങ്ങളിൽ മൂടി വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ എന്താണ്, അത് അവൻ അറിയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊപ്പം അവനെ ഭയക്കണം,
അവനെ പേടിക്കണം. അവനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി ഒരാളും തന്നെ ഇല്ല എന്നത് നിങ്ങൾ പഠിക്കണം. എത്ര എത്ര സ്ഥലത്താ അള്ളാഹുവിനെ പറ്റി പറഞ്ഞു തരുന്നത്. അള്ളാഹുവിനെ പറ്റി പഠിക്കാൻ, മനസ്സിലാക്കാൻ, അറിയാൻ എങ്ങനെയാണ് വഴി? അവന്റെ നാമങ്ങൾ പഠിക്കുക, അവന്റെ വിശേഷങ്ങളെ പറ്റി അറിയുക. എന്താണ് പറഞ്ഞത് അള്ളാഹുവിനെ പറ്റി പറഞ്ഞത് എന്താണ് എന്ന് പഠിക്കാൻ. ഇപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്ന, അള്ളാഹുവിന്റെ നാമം കൊണ്ട്. ഈ നാമം എവിടുന്ന കിട്ടുക? വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് റഹ്മാനും റഹീമായ അള്ളാഹുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്തിൽ. സഹോദരന്മാരെ, ഖുർആൻ ഓതുമ്പോഴും കത്ത് എഴുതുമ്പോഴുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായി ചൊല്ലേണ്ടത്. അല്ലാത്ത സമയത്തൊക്കെ എന്താണ്? ബിസ്മില്ല, അള്ളാഹിന്റെ നാമം കൊണ്ടെന്നാ. ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ നമ്മൾ ചൊല്ലേണ്ടത്? ബിസ്മില്ല. വാഹനത്തിൽ കയറുമ്പോ എന്താ? ബിസ്മില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എന്താ? ബിസ്മില്ല. വസ്ത്രം ധരിക്കുമ്പോ എന്താ? ബിസ്മില്ല. ബാത്റൂമിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴെന്താ? ദുആഉൽ ദുഖൂലിൽ ഖലാഇ വൽ ഖുറൂജി മിൻ. ബാത്റൂമിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എന്താണ്? അത് ബിസ്മില്ല. ഒന്നെടുക്കുമ്പോ എന്താ? ബിസ്മില്ല. എല്ലാ കാര്യങ്ങൾക്കും ബിസ്മില്ല. അതിൽ പരിമിതപ്പെടുത്തി ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സുന്നത്ത്? ഏറ്റവും അഫ്ളലായ വശം ഏതാണ്? ബിസ്മില്ല എന്ന് പറയലാണ്. എന്നാൽ ഖുർആൻ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. ഒരാൾ എന്തെങ്കിലും ലേഖനങ്ങളോ എഴുത്തുകളോ എഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. മറ്റെന്ത് കാര്യങ്ങൾക്ക് എന്താണ്? ബിസ്മില്ല എന്ന, അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്ന. സഹോദരന്മാരെ, ഈ നാമത്തെ കുറിച്ചുള്ള പഠനം നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇല്ലാത്തവനാണ്, ഇന്നുള്ളില്ലാത്തവനാണ്, നാളെ എന്നൊന്നും കാലവ്യത്യാസമില്ലാത്തവനാണ്. പരസ്യമായും രഹസ്യമായും എന്നൊന്നും അള്ളാഹുവിനില്ല. തെളിഞ്ഞെന്ന് പറഞ്ഞത് അള്ളാഹുവിനില്ല. അകലം, മടുപ്പം, വലുത്, ചെറുത്, ഗോചരം, അഗോചരം, ഉപരിയിലുള്ളത്, താഴ്ഭാഗത്തുള്ളത്, ഗൈബ്, ഷഹാദത്ത്, ഇതൊന്നും അള്ളാഹുവിനില്ല. ഉണ്ടായത്, ഉണ്ടാവാൻ പോകുന്നത്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഒരിക്കലും ഉണ്ടാവാത്തത്, ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തത്, ഉണ്ടായിരുന്നുവെങ്കിലും എപ്രകാരമായിരുന്നു, ഇതൊന്നും അള്ളാഹുവിനില്ല. അതാണ്. എന്നാൽ അള്ളാഹു ഇവിടെയാണ്. അള്ളാഹു ആകാശത്താണ്. അള്ളാഹു ഇവിടെയൊന്നുമില്ല. പക്ഷെ ഇവിടേക്ക് എന്തുണ്ട്? അള്ളാഹുവിന്റെ അറിവുണ്ട്. അറിവുള്ളവരുടെക്കും മേലെ എന്തുണ്ട്? മേലെ അള്ളാഹുവിന്റെ അറിവുണ്ട്. വിശുദ്ധ ഖുർആനിൽ 157 സ്ഥലത്താണ് അള്ളാഹുവിനെ അലീം എന്ന് പരിചയപ്പെടുത്തിയത്. അൽ ആലിം എന്നത് 14 തവണ വന്നു. അല്ലാം എന്നത് 4 തവണ വന്നു. അലീമുൻ ഹക്കീം എന്ന് പറഞ്ഞു. അലീമുൻ ഹക്കീം എന്ന് ഉപയോഗിച്ചു. അലീമുൻ ഹക്കീമ എന്ന് ഉപയോഗിച്ചു. അലീമുൽ ഹക്കീം എന്ന് ഉപയോഗിച്ചു. അലീമുൻ ഹക്കീമുൻ എന്ന് ഉപയോഗിച്ചു. അല്ലാഹുവാണ് അറിവുള്ളവൻ. വസിയ റബ്ബി കുല്ല ഷൈഇൻ ഇൽമ. എൻ്റെ റബ്ബിന്റെ ഇൽമ് സർവ്വ കാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ മാത്രം വിപുലമായിരിക്കുന്നു. എല്ലായിടത്തും എന്തുണ്ട്? അള്ളാഹുവിന്റെ ഇൽമുണ്ട്. എല്ലായിടത്തും അള്ളാഹുവിന്റെ ഇൽമുണ്ട്. എന്നാൽ അള്ളാഹു ഇവിടെയാണ്. അള്ളാഹു ആകാശത്താണ്. അദ്വൈത സിദ്ധാന്തം പോലെ അഹം ബ്രഹ്മസി തത്വമസി, ഞാനും ദൈവം നീയും ദൈവം, അതല്ല ഇസ്ലാം പഠിപ്പിച്ചത്. അർച്ചന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനു അലൽ അർശി ഇസ്തവ. അവൻ അവന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാണ്. എന്നാൽ അള്ളാഹുവിന്റെ അറിവോ അത് ഒഴിവായ ഒരു വസ്തുവുമില്ല. അഹാത ഇൽമുഹു ബിജമീഇ അശ്യായി, സകല വസ്തുക്കളെയും അത് ഗോചരം ചെയ്തിരിക്കുന്നു. ബാത്തിനിഹി വലാഹിറുഹ, പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ, ദഖീഖിക സൂക്ഷ്മമാകട്ടെ, വജലീലിക പ്രകടമാകട്ടെ, അല അതിമിൽ ഇംകാൻ സാധ്യമാകുന്ന ഏറ്റവും സമ്പൂർണമായ രീതിയിൽ അള്ളാഹുവിന്റെ അറിവുണ്ട്. അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് ഒരാളും എന്തല്ല മുക്തനല്ല. എന്നാൽ അള്ളാഹു ഇവിടെയാണ്. അള്ളാഹു ഉപരിയിലാണ്, ഏകാകാശത്തിന്റെ അപ്പുറമാണ്. ഈ അറിവാണ് സഹോദരന്മാരെ അള്ളാഹു സുബ്ഹാനഹു അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവുകൾ പഠിച്ചുകൊണ്ട്, അവന്റെ നാമങ്ങൾ പഠിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ വെമ്പൽ കാണിക്കുക. ഒപ്പം അള്ളാഹു സുബ്ഹാനഹു നമ്മളിലേക്ക് എടുക്കും. നമ്മുടെ ഇബാദത്തുകൾക്ക് ഒരു ചൈതന്യമുണ്ടാകും. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു സൂക്ഷ്മതയുണ്ടാകും. നമ്മുടെ നാക്കുകൾക്ക് ഒരു നിയന്ത്രണമുണ്ടാവും. നമ്മുടെ നോട്ടങ്ങൾക്ക് ഒരു വിലങ്ങുണ്ടാവും, ഒരു സൂക്ഷ്മതയുണ്ടാവും. നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും മര്യാദകളും ഇബാദത്തുകളും അത് ശുദ്ധീകരിക്കാനും ശക്തിപ്പെടുത്താനും അതേപോലെ ക്ലിയർ ആക്കാനും നമുക്ക് സാധിക്കും. അതിനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കി തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കാം. എല്ലാവിധ വിദഗ്ധകളും പഠിച്ചുകൊണ്ട് ജീവിക്കാം. ശിർക്ക്, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ പരിപൂർണമായും ഒഴിവാക്കുക. കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മളെ പോക്കറ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കാം. മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിക്കാം. മാപ്പ് കൊടുക്കേണ്ടവർ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ മാപ്പ് കൊടുക്കാം.
ഇഖ്ലാസോട് കൂടിയും പ്രതിഫലിച്ചോട് കൂടിയും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവേ, സദാ മരുന്നുകൾ കൊണ്ട് മാറാത്ത രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവർക്ക് കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥകൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവക്ഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, ജീവിതത്തിൽ ഏതെങ്കിലും അവസ്ഥയിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗ്യമായ അവസ്ഥകൾ, അള്ളാഹുവേ, എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അള്ളാഹുവേ, നമ്മുടെ ഏറ്റവും നല്ല സമയം യഖീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന അന്ത്യനിമിഷമാക്കി നമ്മുടെ ഏറ്റവും നല്ല സമയത്തെ മാറ്റി തീർക്കണമേ. അള്ളാഹുവേ, നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യസൗഖ്യവും ഒപ്പം ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാല മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും മുഴുവൻ സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.